ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആയിഷ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഗുലാബ് ജാമുൻ ഇഷ്ടമില്ലാത്ത ആരാളുള്ളത്. അപ്പം നമുക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിലേക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചി വെറും കൈയോടെ ഒരു പരിപാടിക്കും പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടോ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അപ്പോൾ ആ പരിപാടിയിലേക്ക് വേണ്ടിയിട്ട് ഉമ്മച്ചി ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു ഇത്. അപ്പം ഞാൻ വെച്ച് വീഡിയോ എടുക്കാമെന്ന്. അപ്പം 1 കപ്പ് പാൽപ്പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടി, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് ഏലക്കപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ സോഫ്റ്റ് ഡോ ആയിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അത്യാവശ്യം കുഴ വരുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടി കൂട്ടിയിട്ട് കുഴയ്ക്കുക. ഇത് നല്ല സോഫ്റ്റ് ഡോ ആവും. എന്നിട്ട് ആ ഡോ ഒന്ന് കുറേശ്ശെ മീൻസ് നമ്മൾ കുഞ്ഞു ബോൾസ് ആക്കില്ലേ, അങ്ങനെ കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുക. ആ മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള സിറം ഉണ്ടാക്കണം. അപ്പം ആ സിറത്തിൻ്റെ കൺസിസ്റ്റൻസി 1 സ്ട്രിങ് ഒന്നും വേണ്ട, നല്ല ഇങ്ങനെ കയ്യിൽ വന്നാൽ ജസ്റ്റ് ഒട്ടണം, അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പം ഇത്രയും ബോൾസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിങ്ങളാക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ബോൾസിൽ ഒരിക്കലും വിണ്ട് കീറൽ വരരുത്. അപ്പോൾ ഫ്രൈ ആക്കുന്ന സമയത്ത് പൊട്ടിപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സിറം ഉണ്ടാക്കാൻ നോക്കാം. 3 കപ്പ് പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറുക്കിയെടുക്കുക. നന്നായിട്ട് കുറുകി വന്നാൽ ഫ്ലെയിം ഒന്ന് കൂട്ടുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ആ ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാട്ടോ, ഭയങ്കര നല്ല സ്മെല്ലാണ്, അടിപൊളിയാണ്. അപ്പോൾ ഫ്ലെയിം കൂട്ടിയിട്ട് ഇതിലേക്ക് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് സെയിം സമയത്ത് തന്നെ നമ്മൾ ഈ ബോൾസ് ഫ്രൈ ആക്കാനുള്ള പാനും കൂടി അടുപ്പത്ത് വെക്കണം. അതും സിമ്മിൽ വെച്ചിട്ട് പാൻ ചൂടായിട്ട് ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഈ ഒരു ബോൾസ് പെട്ടെന്ന് തന്നെ എന്താവും, ബ്രൗൺ കളർ ആകുമ്പോൾ പക്ഷേ ഉള്ളിൽ വേവുമില്ല. അപ്പോൾ നമ്മൾ അതും കൂടി ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് പെട്ടെന്ന് നല്ലോണം കുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ആ സിറത്തിലേക്ക് മാറ്റി കൊടുക്കണം. കറക്റ്റ് ആ ഒരു നമുക്കിപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ വൈകുന്നേരം നമ്മൾ കറക്റ്റ് സോഫ്റ്റായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമുൻ കിട്ടും. നിങ്ങൾ ഇതേപോലെ ട്രൈ ആക്കി നോക്കണ്ടി. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും, വേണം കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം ഇതിങ്ങനെ കാണുമ്പോൾ ഒരു പിടിച്ചുണ്ടമാരൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ കഴിക്കുമ്പം കറക്റ്റ് നല്ല ടേസ്റ്റാണ് ആ ഒരു ഗുലാബ് ജാമുൻ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 1-2 തവണ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഹാർഡായി പോയിട്ടുണ്ടായിരുന്നു, കാരണം ഉച്ചക്ക് ഉണ്ടാക്കിയിട്ട് രാത്രിക്കത്തെ പരിപാടിക്ക് കൊണ്ടുപോയിട്ടേനും. പക്ഷേ ഇന്ന് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിർത്തിയത് എവിടെയും അത് പൊരിച്ചാൻ പാടി തന്നെ ഈ സിറത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം തന്നെ അത് അബ്സോർബ് ചെയ്യും, നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി, അടിപൊളി സംഭവമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എന്താക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ, മാസലാമ, സീ യു.